ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിലമ്പൂരിൽ അംഗം മുറുകുന്നു. നിലമ്പൂരിനെ ആവേശത്തിലാഴ്ത്തി LDF JPPM സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നിലമ്പൂർ തഹസീൽദാർ ഓഫീസിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 11:30 പത്രിക സമർപ്പിച്ചത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥി PV അൻവർ അല്പസമയത്തിനകം പത്രിക നൽകും. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ആശങ്കയില്ലെന്ന പത്രിക സമർപ്പിച്ച ശേഷം M സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ആശിക്കാം. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേ ഇല്ല. അത് അവരുടെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം അവർ പരിഹരിക്കട്ടെ. ഞാൻ ആ പ്രശ്നത്തിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല. പ്രവർത്തകരെ അണിനിരത്തി ശക്തി പ്രകടനമായാണ് PV അൻവർ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. 100% വിജയിക്കുമെന്നും താനല്ല നാട്ടുകാരാണ് ജയിക്കുന്നതെന്നും അൻവർ 24-നോട് പ്രതികരിച്ചു. എന്താ പ്രതീക്ഷ? ജയിക്കോ? 100%. ഞാനല്ല ജയിക്കുന്നത്, ഈ കേരളത്തിലെ ജനങ്ങളാണ് ജയിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഉച്ചയ്ക്ക് 1:30 പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം തുടരുകയാണ്. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഹാഷ്മി താജ് ഇബ്രാഹിം ഒപ്പം R ശ്രീജിത്തും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക് ധർമ്മടവും ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഹാഷ്മി, ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് PV അൻവറിന്റെ പത്രികാ സമർപ്പണത്തിനാണ്. വലിയ ഒരു ആൾക്കൂട്ടത്തെയൊക്കെ ഒപ്പം ചേർത്ത് അൻവർ പത്രികാ സമർപ്പണത്തിനായി പുറപ്പെടുന്നത് നമ്മൾ 12:30 കണ്ടു. നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിനുശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ് അൻവർ തുടർച്ചയായി പറയുന്നത്. പത്രികാ സമർപ്പണത്തിന് തഹസീൽദാർ ഓഫീസിലെത്തിയോ PV അൻവർ? ഹാഷ്മി. വിജയകുമാർ, വലിയ ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം വോട്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ലെങ്കിലും എന്തായാലും ആ ജനക്കൂട്ടമുണ്ട്. അൻവറിനൊപ്പം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പരിപാടി തന്നെയാണ് അൻവറിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. എനിക്ക് പിന്നിൽ അത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ഹാർഡ്ലി 1 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ള താലൂക്ക് ഓഫീസിലേക്ക്. അൻവർ പതിയാണ് വരുന്നത്. പതിയെ നാട് നീളമുള്ള അല്ലെങ്കിൽ വഴിനീളമുള്ള പ്രവർത്തക സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അൻവർ ഈ പറഞ്ഞ ഓപ്പൺ ജീപ്പിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ അവിടെ ബസ് സ്റ്റാൻഡിൽ നമ്മോട് സംസാരിക്കും ഒക്കെ അൻവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ തനിക്കൊപ്പം ഇവിടുത്തെ സാധാരണക്കാരുണ്ട്. 9 വർഷം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ഇവിടെ താഴെത്തട്ടിൽ മനുഷ്യരെയും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളെയും യുവജന പ്രസ്ഥാനങ്ങളെയും എല്ലാം തനിക്ക് കൈവെള്ള പോലെ നന്നായി അറിയാം. അവരൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ തനിക്ക് അനുകൂലമായി പുറത്തു നിൽക്കുന്നുണ്ടാവില്ല. കാര്യം അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരാണ്. പുറത്തിറങ്ങിയ പല പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ അടിത്തട്ടിലുള്ളവരൊക്കെ തന്റെ 9 വർഷത്തെ തന്റെ സമ്പാദ്യമായ പരിചയങ്ങളൊക്കെ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് PV അൻവറിന്റെ പ്രതീക്ഷ. എന്തായാലും PV അൻവർ അതിശക്തമായ മത്സരത്തിൽ ഒരു പോരാട്ട മുഖത്തേക്ക് തന്നെ ഇറങ്ങുന്നുവെന്ന് ഉറപ്പായി പറയാം എസ് വിജയകുമാർ. കാരണം നമ്മൾ നേരത്തെ പിന്നെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അൻവർ വീണ്ടും ചില അനുനയത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ നാമനിർദ്ദേശ പത്രിക അല്ലെങ്കിൽ സമർപ്പിച്ച പത്രിക പിൻവലിക്കാനില്ലെന്നും ഇനി ഒരു അനുനയത്തിനുമില്ലെന്നും കടുത്ത പോരാട്ടം നടത്തി പരമാവധി വോട്ടുകൾ 25,000 25+ വോട്ടുകൾ പിടിക്കുകയും അതുവഴി PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തിത്വം അപ്രസക്തനായിട്ടില്ല എന്ന് തെളിയിക്കൽ തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതളവിലും പോവുക എന്നുള്ളത് കൂടി അൻവർ ഉദ്ദേശിക്കുന്നുണ്ട്. കടുത്ത ഭാഷയിൽ രാവിലെയൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അൻവറിന്റെ സ്ട്രാറ്റജി ഇടതു വലത് മുന്നണികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, റിഫ്റ്റ് ഉണ്ടാക്കുക, ആ റിഫ്റ്റിൽ കൂടി കിട്ടുന്ന വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ കൃത്യമായ സ്ട്രാറ്റജി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതപരമായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ പറയുന്നത് കേട്ടു. M സ്വരാജിന് ശബരിമലയിലൂടെ ഹിന്ദു വിശ്വാസികൾ വോട്ട് നൽകില്ല, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് പാടമൊന്നൊരു വിലാവും എന്ന സിനിമയിലെ മുസ്ലിം വിരുദ്ധ പരാമർശം എന്ന നറേറ്റീവിൽ കൂടി വോട്ട് നൽകില്ല എന്നൊക്കെ PV അൻവർ ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പൊ അത്തരത്തിലുള്ള ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെൻസിറ്റീവായ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെയും M സ്വരാജിന്റെയും LDFന്റെയും UDFന്റെയും പരമാവധി നെഗറ്റീവുകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും അതുവഴി കിട്ടുന്ന വോട്ട് സമാഹരിക്കുക എന്നാണ് അൻവറിന്റെ ലക്ഷ്യം. എന്തായാലും PV അൻവർ പത്രികാ സമർപ്പണത്തിനായി ഇങ്ങോട്ടേക്ക് പോകുന്നു. എസ് വിജയകുമാർ, ഒരു കാര്യം ഉറപ്പാണ് വിജയകുമാർ, ഇവിടെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾ PV അൻവർ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് ബൈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഇവിടെ UDFന്
ഒരു ഈസി വാക്ക് ഓവർ എന്നുള്ളതാണ്. അതിന് കാരണം പി വി അൻവർ സ്വാഭാവികമായും UDF-നൊപ്പം നിൽക്കും. പതിവ് പോലെ ഇവിടുത്തെ LDF-ന്റെ ഒരു സ്വതന്ത്ര പരീക്ഷണം എന്നൊക്കെ കരുതിയിരുന്നിടത്തു നിന്നും എം സ്വരാജിന്റെ വരവോടുകൂടി അത് നിർണായക വഴിത്തിരിവാകുന്നു. അത് നിലമ്പൂരിനെ ടൈറ്റാക്കുന്നു. തൊട്ടു പിന്നാലെ ആര് കാരണമാണോ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതേ വ്യക്തി തന്നെ, അതേ മുൻ MLA തന്നെ ഈ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് ഈ പറയുന്ന നിലമ്പൂരിനെ അങ്ങേയറ്റം അപ്രവചനീയമാക്കുന്നു. ഒരുപക്ഷെ നിലമ്പൂർ ഇതുവരെ കണ്ട നിലമ്പൂര് പഴയ കുഞ്ഞാലിക്കാലത്ത് പോലും അല്ലാതെ കുഞ്ഞാലി ജയിച്ച ആ കാലത്ത് പോലും ഇത്രത്തോളം തീവാറും പോരാട്ടം കണ്ടിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങേയറ്റം ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത വണ്ണം നിലമ്പൂര് കയറി മുറുകുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ വാക്പോരിന്റെ പരമാവധികൾ കാണേണ്ടി വരും. നിലമ്പൂര് കാണുന്നത് ഒരു അങ്ങേയറ്റം ചടുലമായ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ട്. അൻവറിന്റെ പുതിയ ചില വെളിപ്പെടുത്തലൊക്കെ അൻവർ മുഹമ്മദ് റിയാസ് പണം വാങ്ങി അതിനുള്ള തെളിവ് കയ്യിലുണ്ട് എന്നൊക്കെ അൻവർ പറയുന്നുണ്ട്. അൻവറിന്റെ സ്ഥിരം പറച്ചിലാണോ അതോ ഈ പറഞ്ഞ തെളിവുകളുണ്ടോ അതോ ബിലോ ദ ബെൽറ്റ് പ്രചരണത്തിലൊക്കെ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രചരണത്തിലേക്ക് പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും നിലമ്പൂർ ഇപ്പോഴും പിടിതരാതെ നിലമ്പൂരുകാർ തലയ്ക്ക് കൈവെക്കുന്നു. ഇത്രത്തോളം വാശിയേറിയ തീവാറും പോരാട്ടം തങ്ങളുടെ ആയുഷ്കാലത്ത് കണ്ടിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. നിലമ്പൂർ അൺപ്രഡിക്റ്റബിൾ ആണ് വിജയകുമാർ ഈ ദിവസം. ശരി ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി പി വി അൻവർ പ്രവർത്തകരോടൊപ്പം താലൂക്ക് ഓഫീസിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം പത്രിക നൽകും. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് എന്നെല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. ദീപക് ധർമ്മടം നമ്മൾക്കൊപ്പം ചേരുകയാണ്. UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. KC വേണുഗോപാലാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ദീപക് ചേരുന്നു. ദീപക്, UDF-നെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ കുറച്ച് മുന്നിലാണ്. ആദ്യഘട്ടത്തിൽ ഒരു എന്താണ് ഈസി വാക്ക് ഓവർ എന്നതിൽ നിന്ന് ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറുന്നു എന്നതാണ് ഈ ദിവസങ്ങളിലെയൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥ വ്യക്തമാക്കുന്നത്. എന്താണ് UDF-ന്റെ ഒരു പൊതുവിലയിരുത്തൽ? എന്തൊക്കെ പ്രതികരണങ്ങൾ വരുന്നു ക്യാമ്പിൽ നിന്ന് ദീപക്? വിജയകുമാർ, UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈസി വാക്ക് ഓവർ എന്ന് തീരുമാനിച്ച ഒരു മണ്ഡലത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്നു ചിത്രം തെളിയുമ്പോൾ. അതായത് നമ്മൾ സമീപകാലത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ശക്തമായൊരു പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഏറ്റവും നിർണായകമായ UDF യോഗം ഇന്ന് നിലമ്പൂരിൽ തന്നെ ചേരുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് നിലമ്പൂരിൽ യോഗം ചേരുന്നത്. മാത്രവുമല്ല ഇന്ന് KC വേണുഗോപാൽ വന്ന് കൺവെൻഷനോടുകൂടി UDF ക്യാമ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ആവേശം മാറുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ UDF കൺവീനർ ചേരുകയാണ്. ഇന്നത്തെ UDF യോഗം ഒരു നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഇപ്പോഴും തലവേദനയാണ്. കാരണം ലീഗിൽ നിന്നും ചില ശ്രുതികൾ അൻവറിന് അനുകൂലമായി വരുന്നു. ലീഗിൽ ഞങ്ങൾക്ക് അൻവർ ഒരു തലവേദനയല്ല. അങ്ങനെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ പ്രചരണം കൊടുക്കുകയും വേണ്ട. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിക്കുന്ന എങ്ങനെയെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ, ഞങ്ങൾ അതിൻ്റെയുള്ള പണിപ്പുരയിലാണ്. ഈ അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് സമയമെടുത്താണ് പറഞ്ഞത്. ഒരു മാർജിനിട്ടായിരുന്നു ആദ്യം ഒക്കെ സംസാരിച്ചത്. പക്ഷെ അത് ശരിക്കും അടഞ്ഞ അധ്യായമാണോ UDF? ഒരു സംശയം വേണ്ട, അത് അടഞ്ഞ അധ്യായം തന്നെയാണ്. ഞാൻ പ്രതിപക്ഷ നേതാവ് പോലും തള്ളി പറഞ്ഞപ്പോഴും ഞാനൊരു അല്പസമയം കൊടുത്തു, ഒരു മാർജിൻ ഇട്ടിരുന്നു. പക്ഷേ അതിന് ഇനിയിപ്പോൾ ഒരു നിമിഷം പോലും അതിന് മാറ്റിവെക്കാനില്ല. ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കാനില്ല. അദ്ദേഹത്തിൻ്റെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴി. അൻവർ UDF-ന്റെ വോട്ട് പിടിക്കില്ല എന്നാണോ UDF കൺവീനർ കണക്കൂട്ടുന്നത്? അപ്പോൾ അങ്ങനെ ആരുടെ വോട്ട് പിടിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ LDF-ന്റെ വോട്ട് പിടിക്കത്തില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ഞങ്ങൾ LDF-ന്റെ വോട്ട് പിടിക്കും, ഞങ്ങൾ BJP-യുടെ വോട്ട് പിടിക്കും. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തന്ത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് ആരിൽ നിന്നും എവിടെ നിന്ന് കിട്ടിയാലും ഞങ്ങൾ അത് വോട്ട് പിടിക്കും. അതാണ് ഞങ്ങളുടെ ഇലക്ഷൻ തന്ത്രം. ഇന്നത്തെ UDF യോഗം വളരെ നിർണായകമാണ് ഇലക്ഷൻ മുഖത്ത്. മാത്രമല്ല അടൂർ പ്രകാശ് UDF കൺവീനർ ആയതിനു ശേഷം ചേരുന്ന ആദ്യത്തെ പൂർണ്ണ UDF യോഗമാണ്. അത് നിലമ്പൂരിൽ നടക്കുകയാണ്. അത് എന്തൊക്കെയാണ് അജണ്ടകൾ? അല്ല, ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സ്ഥലത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ UDF യോഗം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലാണ് കൂടാൻ തീരുമാനിച്ചിരുന്നത്. അത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി കോഴിക്കോടാക്കാമെന്ന് വെച്ചു. അപ്പോഴേ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു എന്തായാലും നമ്മൾ എല്ലാവരും നിലമ്പൂരിൽ വരികയാണ്, നിലമ്പൂരിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ വെച്ച് വെക്കുകയാണെങ്കിൽ കുറേ കൂടി സൗകര്യമുണ്ട്. നാളത്തെ ഒരു ദിവസം വെറുതെ മെനക്കെട്ട് പോകണ്ട, മറ്റ് പ്രവർത്തനങ്ങൾ നടക്കും എന്ന് അറിയിച്ചതനുസരിച്ചാണ്
ഇന്നത്തെ UDFന്റെ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാരെ വിളിച്ച് ഇരുത്തി ഞങ്ങൾ കാര്യങ്ങൾ ആലോചിക്കും. തുടർന്ന് എന്തൊക്കെ വേണം, തുടർന്ന് നമ്മുടെ സ്ട്രാറ്റജി എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇന്നത്തെ UDF യോഗത്തിൽ അൻവർ ഒരു അജണ്ടയാകുമോ? ഒരു അജണ്ടയും അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് ഈ പുകഞ്ഞ വള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ അതൊക്കെ പോയതാണ്. ഇപ്പോൾ വിജയ സാധ്യതയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ചിത്രം വ്യക്തമായി, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി, അതുകൂടി പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞല്ലോ, UDF ജയിക്കാൻ പോകുന്നു. UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അതിൻ്റെ കൺവീനർ ഇത്ര കൂളായിട്ട് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ജയിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം? ഒരു ടൈറ്റ് ഫൈറ്റും ഇല്ല. അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പ്രദേശത്തെ ഒട്ടുമിക്കാലും എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്ത ഒരാളാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എന്തുമാത്രം, പാർട്ടി പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, UDFന്റെ പാർട്ടി പ്രവർത്തകർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യത്തെ എടുത്തിട്ടുണ്ടെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. ആ വിശ്വാസത്തിൽ അവരെ എടുത്തിരിക്കുമ്പോൾ അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൈമുതലായിട്ടുള്ളത്. സാമുദായിക സംഘടനകളിൽ നിന്നും എന്തെങ്കിലും ഉറപ്പ് അടൂർ പ്രകാശ് പുതിയ കൺവീനർക്ക് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളതൊക്കെ ആലോചിക്കും, ഞങ്ങളതൊക്കെ ചിന്തിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞാലേ. താങ്ക് യു വിജയകുമാർ. വളരെ കൃത്യമായി വിജയം വളരെ ചിരിച്ചുകൊണ്ടാണ് വിജയസാധ്യത UDF കൺവീനർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമുദായിക സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ പോലും നടക്കുന്നതിൻ്റെ സൂചനകൾ അദ്ദേഹം നൽകുകയാണ്. ഈ കാര്യം തുറന്നു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും UDF ക്യാമ്പിൽ ഇന്നത്തോടെ വലിയ ആവേശം വന്നിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഉഴുതുമറച്ച നിലമ്പൂരിൽ ഇന്ന് KC വേണുഗോപാൽ എത്തുന്നു. വലിയ രീതിയിൽ UDFന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നു. അൻവറിന് കൃത്യമായ മറുപടി VD സതീശൻ തുടങ്ങി വെച്ചു, അത് അടൂർ പ്രകാശ് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അൻവറിന് മറുപടി നൽകി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDFന്റെ ലക്ഷ്യം. വിജയകുമാർ, ഇന്ന് UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും അതിനുശേഷം UDF യോഗവും ചേരുന്നുണ്ട്. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം നൽകിയത്. അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നതാണ് അൻവറിന്റെ കാര്യത്തിലെ UDF സമീപനം. അതിൽ പുനർവിചിന്തനമില്ല എന്ന് കൺവീനർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ ലീഗിന്റെ ഇടപെടലിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്ന ഊഹാപോഹങ്ങളോ അഭ്യൂഹങ്ങളോ ഒക്കെ പ്രചരിക്കുമ്പോഴും അത് പൂർണ്ണമായും തള്ളുകയാണ് UDF കൺവീനർ എന്നതുകൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. M സ്വരാജ് അല്പസമയം മുമ്പാണ് പത്രിക സമർപ്പിച്ചത്. ശ്രീജിത്ത് ഇടത് ക്യാമ്പിലെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, M സ്വരാജ് പത്രികാ സമർപ്പണം പൂർത്തിയാക്കി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നതൊന്നുമല്ല ഘടകം എന്ന് സ്വരാജ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം എന്താണ്? എന്തൊക്കെയാണ് ഇടത് ക്യാമ്പിലെ നീക്കങ്ങൾ? വിജയകുമാർ, ഇന്ന് 11:30യോടെയാണ് M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനപ്പെട്ട LDFന്റെ നേതാക്കളോടൊപ്പമായിരുന്നു അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഒരു സെറ്റ് പത്രികയും ഡമ്മി പത്രികയും ആണ് നൽകിയത്. ഇനി ഒരു സെറ്റ് പത്രിക കൂടി നൽകുമെന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ചുമതലയുള്ള CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അറിയിച്ചിരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം LDF നേതൃത്വം വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. LDFന് വലിയ തോതിൽ വിജയസാധ്യതയുണ്ട് എന്നാണ് ഈ നേതാക്കളെല്ലാം ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് കാരണമായി അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വരാജിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ LDF പ്രവർത്തകരും പൊതുസമൂഹവും വലിയ തോതിൽ സ്വീകരിച്ചുവെന്നും അത് ഈ വാശിയേറിയ പോരാട്ടത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം ഉണ്ടാക്കി തരുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. LDFന്റെ സംഘടനാ സംവിധാനമാകെ ഒന്നാകെ ചലിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ പഞ്ചായത്തും ഓരോ വാർഡുകളും മറ്റും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകർക്കുള്ള ചുമതല നൽകിയുള്ള ചുമതലാ വിഭജനമൊക്കെ തന്നെ പൂർത്തിയായി. അവിടങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യും, നിലമ്പൂർ മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് LDFന്റെ ഉറച്ച ആത്മവിശ്വാസം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പും. M സ്വരാജ് അല്പസമയം മുമ്പ് പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും സ്റ്റാഫും കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ. ഇതിന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ മുഹമ്മദ് റിയാസ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് അൻവർ പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് UDF പ്രതികരിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം മുന്നണിയെ ബാധിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇടതുമുന്നണി. UDF LDF മുന്നണികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് PV അൻവർ. തനിക്കെതിരെ മന്ത്രി PA മുഹമ്മദ് റിയാസും ആര്യടൻ ഷൗക്കത്തും വ്യക്തിഹത്യ നടത്തുകയാണ്. പരിധി വിട്ടാൽ ഇവർക്കെതിരായ പല തെളിവുകളും പുറത്തുവിടും. PA മുഹമ്മദ് റിയാസ് നവകേരള സദസ്സിന്റെ പേരിൽ
കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം പിരിച്ചതിന്റെ തെളിവുണ്ടെന്നും PV അൻവർ. ഇതിന്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും നേതൃത്വത്തിലാണ്. നവകേരള സദസ്സിന്റെ പേരിൽ കോടാനകോടി ഉറുപ്പിക മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിന്റെ വീഡിയോകളും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിന്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവർത്തിച്ചു. പണമില്ലെന്ന് പറഞ്ഞ അൻവറിന് മത്സരിക്കാൻ ഇപ്പോൾ എവിടെ നിന്ന് പണം കിട്ടിയെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക, ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പണം ഇപ്പോൾ പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്ന് വന്നിട്ട് അൻവർ മത്സരിക്കുന്നത് LDFന് അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കുകയെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. LDFന്റെ വോട്ട് വീഴില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കൈക്കൊണ്ട തെറ്റായ രാഷ്ട്രീയ നിലപാടിൽ അമർഷമുള്ള മറ്റ് ജനവിഭാഗങ്ങളും LDFനെ അനുകൂലിക്കാനാണ് സാധ്യത. അംഗം മുറുകുമ്പോൾ അൻവർ ആരുടെ വോട്ട് പെട്ടിയിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ പോരാട്ടം മുറുകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. വിജയം ഉറപ്പെന്നും തനിക്കെതിരെയുള്ള ട്രോളുകളെ സർഗാത്മകമായി കാണുന്നുവെന്നും ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. പ്രചാരണത്തിൽ ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞു എന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അവകാശവാദം. മികച്ച മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതീക്ഷ പങ്കുവച്ചു. മുഖ്യമന്ത്രി വന്ന കൺവെൻഷനിൽ ആയിരങ്ങളാണ് ഇന്നലെ തടിച്ചുകൂടിയത്. ഇത് വലിയ ആവേശമായി എന്നാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് പറയുന്നത്. തനിക്കെതിരായി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ട്രോളുകളെ ജനാധിപത്യത്തിന്റെ സർഗാത്മകതയായി കാണുന്നുവെന്ന് സ്വരാജ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് സർഗാത്മകമായ ഇതാണ്. കാരണം ഈ കുറേ പേര് പരാജയപ്പെട്ടു, ഇവനും പരാജയപ്പെടാൻ പോകുന്നു പറയില്ല. അതൊക്കെ ജനാധിപത്യത്തിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതിലൊന്നും ആ കമന്റ് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തോട് നമുക്ക് യോജിപ്പില്ല. ഇടതു ക്യാമ്പ് കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് UDF പ്രചാരണത്തിൽ ഒരുപാട് ദൂരം പോയി എന്നാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വാദം. എതിർ സ്ഥാനാർത്ഥി ആരായാലും വിജയം സുനിശ്ചിതം. വളരെ മുന്നിലാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ തന്നെ ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരുന്നു. സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടി. താരതമ്യേന സ്വാധീനം കുറവുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ മോഹൻ ജോർജിലൂടെ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. മലയോര മേഖലയിലെ വോട്ട് തന്നെയാണ് UDF ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുത്ത സ്ഥാനാർത്ഥിയെ മുൻനിർത്തി NDA ലക്ഷ്യം വെക്കുന്നത്. നല്ല വിജയപ്രതീക്ഷയാണ്. ഇവിടെ മാറ്റങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. ഇവിടുത്തെ കുടിയേറ്റക്കാർ ഒരു നല്ല ശതമാനം BJPക്ക് അനുകൂലമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ വിജയപ്രതീക്ഷയോടാണ് മത്സരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, ടീം 24 നിലമ്പൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ സന്ദർശിച്ചത് തെറ്റെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. രാഹുലിൻ്റേത് പക്വതയില്ലാത്ത പെരുമാറ്റമാണെന്നും PJ കുര്യൻ 24നോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം അറിയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചതെന്ന് കരുതാനാകില്ല എന്നായിരുന്നു CPM നേതാവ് MV ജയരാജന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തിയതല്ല, സ്വയം വന്നതാണെന്ന് PV അൻവറും പ്രതികരിച്ചു. പാർട്ടിയിലെ ഒരു MLAയും അങ്ങനെ പോയി കണ്ട് ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ചർച്ച ചെയ്ത് ശരിയായില്ല. അത് ഇമ്മച്യൂരിറ്റി ആയിപ്പോയി. ഈ സതീശനും സുധാകരനും എല്ലാം ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ അയക്കുക, എന്നിട്ട് തള്ളിപ്പറയുക, ഇത് അവരുടെ പതിവ് കലാപരിപാടിയാണ്. ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹം ഒളിച്ചു വന്നതുമല്ല. അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ സൗഹൃദം, അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട്, എനിക്കൊന്ന് നിങ്ങളെ കാണുന്നതാണ്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. ഈ കൊലായി മുഴുവൻ ഇതേപോലെ ആളുകൾ നിൽക്കുന്ന പച്ച വെളിച്ചത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സിക്കിമിൽ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. കാണാതായ 9 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. സൈനിക ക്യാമ്പിന് സമീപം ഇന്നലെയായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും പ്രളയസമാന സാഹചര്യവുമാണ്. ഇത് സൈനികരാണോ ഈ അപകടത്തിൽപ്പെട്ടത്? കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ മഴക്കെടുതിയിൽ ഈ 3 ദിവസത്തിനിടെ 34 പേരാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായി മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഇന്നലെ വൈകിട്ടാണ് ഈ സിക്കിം വടക്കൻ സിക്കിമിലെ ചാറ്റനിൽ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായത് സൈനിക ക്യാമ്പിന് സമീപമായാണ്
മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 3 പേർ ഈ മണ്ണിടിച്ചിലിൽ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ മരിച്ചത് ആരാണെന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല. 3 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം സൈനികരടക്കം 9 പേരെ കാണാതായതായും ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇവർക്കായി തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയാണ് ഈ സൈനിക ക്യാമ്പിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത്. അവിടെ ഈ സൈനികരും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ചെറിയ ചില സ്ഥിരീകരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഈ സൈനിക മേഖലയിൽ നിന്നൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആരാണെന്ന് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരിശോധനകൾ അത് അല്പസമയത്തിനകം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം. അതേസമയം സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 9 പേരെ കാണാതായിട്ടുള്ളതായ ഒരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുവെന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നടക്കം ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ. സൈനിക ക്യാമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. 3 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു. 9 പേരെ കാണാനില്ല എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ആരൊക്കെയാണ് മരിച്ചത്, സൈനികരാണോ അപകടത്തിൽപ്പെട്ടത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഡൽഹിയിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 3 ലക്ഷം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് 1ാം ക്ലാസ് പ്രവേശനം നേടിയത്. ആദ്യ 2 ആഴ്ച സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരമുള്ള ടൈം ടേബിൾ നടപ്പിലാക്കും. സ്കൂളിൽ വരാൻ മടിയുണ്ടോ? സ്കൂളിൽ വരാൻ മടി? കൂട്ടുകാരെ കിട്ടിയോ? കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? സ്കൂളിൽ വരാൻ മടിയുണ്ടോ? ആശങ്കയും അങ്കലാപ്പും അധികമാർക്കുമില്ലായിരുന്നു. കരച്ചിലടക്കാനാവാത്ത ചിലർ പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോൾ ഹാപ്പിയായി. പിന്നെ പാട്ടും ഡാൻസുമായി ആഘോഷം. നിറച്ചുള്ള പാവാട ചേട്ടൻ കണ്ടാൽ തുള്ളിച്ചാട്, ചേച്ചി കണ്ടാൽ മുഖം കറുപ്പ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ പാവാട കാണിക്കില്ല. വിപുലമായ പരിപാടികളാണ് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരുന്നത്. മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. പ്രവേശനോത്സവ ഗാനം എഴുതിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഭദ്രാഹരി അതിഥിയായി എത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മന്ത്രി GR അനിലും കോഴിക്കോട് മുഹമ്മദ് റിയാസും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അക്ഷരനഗരിയായ കോട്ടയത്ത് മന്ത്രി VN വാസവൻ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി. എല്ലാ ജില്ലകളിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രവേശനോത്സവം വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ആഘോഷമാക്കി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു പുത്തൻ മാറ്റത്തിനാണ് ഈ അധ്യയന വർഷം തുടക്കം കുറിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ കൊല്ലം കുന്നിക്കോട്ടുകാരുടെ വിങ്ങലായി 7 വയസ്സുകാരി നിയ ഫൈസൽ. മധ്യവേനൽ അവധിക്കാലത്താണ് തെരുവ് നായ നിയയുടെ ജീവനെടുത്തത്. സഹോദരിയുടെ കൈപിടിച്ചെത്തിയ സ്കൂളിലേക്ക് ഇക്കുറി തനിച്ചെത്തതിന്റെ വിഷമത്തിലാണ് സഹോദരൻ മുഹമ്മദ് ഇഷാൽ. ഈ ഒരു ദിവസം ഓർക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നതാ. കാരണം ഈ വർഷം എപ്പോഴും തുടക്കം ഒരു സന്തോഷമല്ലേ. അതൊരു ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. അവളില്ലാത്തൊരു പുതുവർഷം. LKG ചേർക്കുന്ന ടൈമിലെല്ലാം കൊറോണ ടൈം ആയതുകൊണ്ടും അവൾക്ക് ആ ഒരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ.
പിന്നെ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് അവൾക്കായിരുന്നു സന്തോഷം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അധികം നാൾ പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം. ഇന്ന് നിയ ഫൈസൽ വന്നിരിക്കേണ്ടിയിരുന്ന ആവണീശ്വരം PRNM സ്കൂളിലെ 3ാം ക്ലാസ് മുറിയാണിത്. അവളുടെ അമ്മ വിശ്വസിക്കുന്നത് പോലെ നിയയുടെ ആത്മാവ് അവളുടെ ചങ്ങാതിമാർക്കൊപ്പം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കും വിശ്വസിക്കാം. നിയ ഫൈസലിന്റെ ജീവൻ തെരുവുനായ്ക്കൾ കവർന്നെടുത്തിട്ടും തെരുവുനായ ശല്യത്തിന് ഈ പ്രദേശത്ത് ഇപ്പോഴും ഒരു കുറവുമില്ല. നിയ നടന്ന വഴികളിൽ ഇപ്പോഴും തെരുവുനായ്ക്കൾ തക്കം പാർത്തിരിപ്പുണ്ട്. നിയ ഫൈസലിന്റെ ഗതി ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കളും അധികാരികളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാമറമാൻ രാജ്കിരണിനും അമൽ സുനിലാലിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ആ സങ്കട കാഴ്ചയിൽ നിന്ന് നമ്മൾ ഒരിക്കൽ കൂടി നിലമ്പൂരിലേക്ക് പോവുകയാണ്. അവിടെ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ഒക്കെ അകമ്പടിയോടെയാണ് PV അൻവർ അവിടേക്ക് എത്തിയത്. പത്രികാ സമർപ്പണത്തിനായി അവിടെ എത്തിയിട്ടുണ്ട്. ജനാധിപത്യ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി എന്ന പേരിൽ അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാനറിലാണ് ഇത്തവണ നിലമ്പൂരിൽ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്, മത്സരിക്കുന്നത്. നിരവധി ചെറു പാർട്ടികൾ, സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ആ സമയത്ത് ഈ തൊഴിലാളികൾ ഉൾപ്പെട്ട ഒരു സംഘമായിരിക്കും തൻ്റെ കൂടെ ഉണ്ടാവുക, അവർ കേരളത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെ PV അൻവർ പറഞ്ഞിരുന്നു. അത്തരം ഒരു കൂട്ടം ആളുകളായിരുന്നോ അൻവറിൻ്റെ കൂടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തുകയും ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ ഇടത്തും വലത്തുമൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെയാണ്. കാരണം PV അൻവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുകയാണ്. ഉപഭരണാധികാരിയായിട്ടുള്ള നിലമ്പൂർ തഹസിൽദാർ MP സിന്ധുവിന് മുമ്പാകെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അതായത് അല്പം മുമ്പ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളെ കൂട്ടി അവർക്കൊപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓട്ടോ തൊഴിലാളി, അതുപോലെ തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, അതുപോലെ തന്നെ കർഷകൻ എന്നീ 3 പേരോടൊപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയത്. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തെ ഒന്നാകെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാഴ്ച. കാരണം വലിയ അകമ്പടിയോടുകൂടി, വലിയ രീതിയിലുള്ള അകമ്പടിയോടുകൂടി പ്രവർത്തകർക്ക്, അതായത് തൃണമൂലിന്റെ പ്രവർത്തകർക്കൊപ്പം ഒപ്പം തന്നെ സാധാരണക്കാരായ നിലമ്പൂരിലെ ജനങ്ങൾ എന്ന അൻവർ അവകാശപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് അല്പസമയം മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ നിലമ്പൂർ താലൂക്ക് ഓഫീസിന്റെ പരിസരത്തും ഈ മുൻപിലും ഒക്കെയായിട്ട് വലിയ രീതിയിൽ ഈ പ്രവർത്തകർ ഇവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച. അതായത് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഈ റോഡ് ഷോയുമായി വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന കാലതാമസം മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 3 പേർ, ഒന്ന് ഓട്ടോ തൊഴിലാളിയാണ്, മറ്റൊന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്, മറ്റൊന്ന് സാധാരണ കർഷകനാണ്. ഈ 3 പേർക്കും ഒപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി PV അൻവർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്പിടാനും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന സമയമൊക്കെയാണ് ഇപ്പോൾ. കാരണം ഈ സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രിക, അതിലെ വിവരങ്ങൾ, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് ഒപ്പിട്ട് കൊടുക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ മുൻ MLA ആണ്. മണ്ഡലത്തിലെ MLA ആ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന്
കളമൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് അൻവർ ഉണ്ടാകില്ല എന്ന തരത്തിൽ സൂചനകളുണ്ടായിരുന്നു. മറിച്ച് UDF-നൊപ്പം ചേരുക എന്നൊരു ഉദ്ദേശമായിരുന്നു അൻവറിനുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അൻവർ തന്നെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന JPPM എന്ന പേരിൽ ഒരു മുന്നണി, ഇപ്പോൾ ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി, അതാണ് PV അൻവർ പറയുന്ന ഒരു ഫോറം. തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അതിൽ മറ്റേതൊക്കെ കക്ഷികളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സാമൂഹ്യ ഗ്രൂപ്പുകളുണ്ട്, അതൊരു ഈ പറയുന്ന ഈ റോഡ് ഷോ നടക്കുമ്പോഴെങ്കിലും അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ആരുടെയൊക്കെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു എന്നൊക്കെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഈ JPPM എന്നൊരു പേര് നിർദ്ദേശിച്ചു, ഒരു പേരിട്ടു എന്നതിനപ്പുറത്തേക്ക് അതിൽ മറ്റു ചെറു ഗ്രൂപ്പുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ, പ്രാദേശികമായിട്ടാണെങ്കിൽ പോലും? നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് അൻവർ കഴിഞ്ഞ ദിവസം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു ജനകീയ മുന്നണി, ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചെറുകക്ഷികളൊക്കെ തന്നെ അടങ്ങുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ആ പ്രസ്ഥാനം എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ ഒരു പക്ഷേ വരും മണിക്കൂറിൽ അൻവർ തന്നെ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു വലിയ നീണ്ട നിരയാണ്, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു സാന്നിധ്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം അൻവറിനൊപ്പം കൂടുതലായിട്ടും ഇന്നിപ്പോൾ ഈ പ്രചാരണ രംഗത്തും അല്ലെങ്കിൽ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ സമയത്തും ഒക്കെ പ്രധാനമായിട്ടും യുവാക്കളുടെ ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അൻവർ ഇന്ന് ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ മുന്നണി, അതായത് അൻവർ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ മുന്നണി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ പോലും അതെന്താണ് എന്നത് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത കൈവരാനുണ്ട്. കാരണം ആരൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ PV അൻവർ തന്നെ മാധ്യമങ്ങളോട് പറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ വീണ്ടും ഒരു ജനവിധിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും അവസാനത്തെ ദിനമായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഏറ്റവും അവസാന ദിനമായ ഇന്ന് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൂക്ഷ്മ പരിശോധന സമയമാണ്. അത് ശരി ഷഹദ്, നിലമ്പൂരിൽ JPPM സ്ഥാനാർത്ഥി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയെന്നാരോപിച്ച് ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചു. ഇംഗ്ലീഷ് ഡിവിഷൻ നിർത്തലാക്കിയെന്ന ആരോപണം സ്കൂൾ അധികൃതർ തള്ളി. കഴിഞ്ഞ 30-ാം തീയതിയാണ് 9-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്ന വിവരം പ്രധാന അധ്യാപിക രക്ഷിതാക്കളെ അറിയിച്ചത്. മലയാളം ഡിവിഷനിൽ ഒരു ക്ലാസ്സിൽ മാത്രം 71 കുട്ടികൾ ഉള്ളപ്പോൾ 9 പേർക്കായി ഇംഗ്ലീഷ് മീഡിയം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു അറിയിപ്പ്. കുട്ടികളെ മലയാളം മീഡിയത്തിലേക്ക് മാറ്റണമെന്നും അല്ലാത്തപക്ഷം TC വാങ്ങണമെന്നുമായിരുന്നു നിർദ്ദേശം. ഇനി നടക്കില്ല. ഇവിടെ 1 തൊട്ട് 10 വരെയുള്ള ടീച്ചർമാരെ പെട്ടെന്ന് നിങ്ങൾ മാറ്റി കഴിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും. കാര്യം ഞങ്ങൾ വിദ്യാഭ്യാസമുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും ഞങ്ങളെ കൊണ്ട്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച പിള്ളേർക്ക് മലയാളം മീഡിയത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ എഴുതി വെക്കും? വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് PTA മീറ്റിംഗ് കൂടി ഇവർ 2 ടീച്ചർമാരും HMOടും കൂടി പറയുകയാണ് 12 വിദ്യാർത്ഥികളെ ഉള്ളൂ, അതിനാൽ ഇംഗ്ലീഷ് മീഡിയം നടത്താൻ സാധിക്കുന്നില്ല, അവർക്ക് അമിതഭാരം കൂടുതലാണെന്ന് പറഞ്ഞത്. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പ്രതിഷേധത്തിന് പിന്നാലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുമെന്ന് പ്രധാന അധ്യാപിക. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നത് ഇവിടെ അധ്യാപകര് 7 ഡിവിഷനിലെ അധ്യാപകരേ ഉള്ളൂ, 9 ഡിവിഷനായിട്ട് ഇരുത്തണമെങ്കിൽ അതിനുള്ള അതായത് എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ അധ്യാപകരെയും അവര് സ്പെഷ്യൽ ഓർഡർ വരി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസുകൾ കൃത്യമായി നടന്നില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. 24 ഇടുക്കി. പ്രവേശനോത്സവത്തിന്റെ സ്ഥിരം കാഴ്ചയാണ് കുട്ടികളുടെ കളിയും ചിരിയും കരച്ചിലുമൊക്കെ. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രവേശനോത്സവത്തിലെ ചില കൗതുക കാഴ്ചകളിലേക്ക്. പ്രവേശനോത്സവത്തിന്റെ സന്തോഷത്തിലാണ് പലരും. കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞതിന്റെ, പുതിയ സ്കൂളിലേക്ക് വന്നതിന്റെ. എന്നാൽ ചിലർക്ക് വിഷമമാണ്. അച്ഛനും അമ്മയും ഒറ്റയ്ക്കാക്കി പോകുന്നതിലെ വിഷമം.
കരയുന്ന കുട്ടികളെ വേദിയിലേക്കിരുത്താൻ അധ്യാപകർ ആവുന്നത് വിളിച്ചു. പക്ഷെ കൂട്ടാക്കിയില്ല. കരച്ചിൽ നിർത്തുന്നില്ല. ഒടുവിൽ മന്ത്രി പി രാജീവ് അരികിലേക്ക് വിളിച്ചു. മന്ത്രി അങ്കിൾ വിളിച്ചതല്ലേ, പോയേക്കാമെന്ന് കരുതി. പക്ഷേ അച്ഛനെയും കൂടെ കൂട്ടി. ചിലർ നിർത്താതെ കരച്ചിലാണ്. ക്ലാസ് മുറിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ പോയോ എന്ന് ജനലിലൂടെ നോക്കും. ഒടുവിൽ അമ്മ അരികിൽ വന്ന് ആശ്വസിപ്പിച്ചു. എന്നിട്ടും കരച്ചിൽ നിർത്തിയില്ല. എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും. നിർത്താതെയുള്ള കരച്ചിൽ കണ്ട് കൂട്ടുകാരൻ അരികിൽ ചെന്ന് ആശ്വസിപ്പിച്ചു. ചിലരുടെ കൂടെ അമ്മമാരും ക്ലാസ് മുറിയിലിരുന്നു. കുറച്ചുപേർ കരഞ്ഞും കുറച്ചുപേർ ചിരിച്ചും പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. കൊച്ചിയിൽ നിന്നും അനൂപസ് നായർക്കൊപ്പം അൻമരിയ സനി, 24. കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ദേശീയപാത അതോറിറ്റി ചെയർമാൻ തകർന്ന ദേശീയപാതകൾ സന്ദർശിക്കാത്തതിൽ വിവാദം. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി സന്ദർശനം ചുരുക്കി. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന്റെ പുരോഗതി വിലയിരുത്താനാണ് ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെത്തിയത്. മലപ്പുറത്തടക്കം ദേശീയപാത തകർന്ന പ്രദേശം സന്ദർശിക്കാതെ 3-അംഗ സംഘം ഇന്ന് തിരികെ മടങ്ങും. ഘടനാപരമായി പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങൾ, വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം. വിവിധ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനുള്ള ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. തുടർന്ന് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തും. കൂരിയാടടക്കമുള്ള ദേശീയപാതകളിലെ തകർച്ച കൂടിക്കാഴ്ചയിൽ സർക്കാർ ഉന്നയിക്കും. നിർമ്മാണത്തിലെ അപാകതകളും ആശങ്കകളും അറിയിക്കാൻ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണും. നിർമ്മാണത്തിലെ പാകപ്പിഴകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ സാഹചര്യത്തിലാണ് നിർണായക കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി ബുധനാഴ്ച ഡൽഹിയിലേക്ക് പോകുന്നത്. 24 തിരുവനന്തപുരം. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചൂരൽമല നിവാസികളുടെ പ്രതിഷേധം. വെള്ളാർമല വില്ലേജ് ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. റീബിൽഡ് ചൂരൽമലയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ടി സിദ്ദീഖ് MLA ഉദ്ഘാടനം ചെയ്തു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന് കാരണം? നേരത്തെ തീരുമാനിച്ച പ്രതിഷേധമായിരുന്നു. എന്തെങ്കിലും ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു സമരം ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയത്. ഇത് 10, 11, 12 വാർഡുകളിലെ പ്രദേശവാസികളാണ്, ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഇവർക്ക് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ധനസഹായ തുക വിതരണം ചെയ്യണം ഇതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഇപ്പോഴും ഉപരോധം തുടരുകയാണ്. വില്ലേജ് ഓഫീസിൽ തഹസിൽദാർ എത്തിയിട്ടുണ്ട്. തഹസിൽദാരുമായി ഈ സമരം നടത്തുന്ന ഈ ആളുകളെല്ലാം തന്നെ അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പരിഹാരമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ധാരാളം പോലീസുകാർ ഇവിടെയുണ്ട്. പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അകത്ത് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇവരുടെ കഴിയുന്ന ആളുകൾക്ക് ജോലിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യമായ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്താണ് സമരത്തിന്റെ സാഹചര്യം? സാഹചര്യം ഇപ്പോൾ വളരെ മോശമാണ്. ഇപ്പോൾ അവർ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്നുള്ളൊരു വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തഹസിൽദാറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തഹസിൽദാറായിട്ട് നമ്മുടെ റീബിൽഡ് കൂട്ടായ്മയുടെ കൺവീനറും ചെയർമാനും അതുപോലെ കുറച്ച് നാട്ടുകാരും കൊണ്ട് കയറിയിട്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ആ ചർച്ച വിജയിച്ചിട്ടില്ലെങ്കിൽ ഈ ചർച്ച വിജയിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ആ ഒരു തീരുമാനമാണ് ഇവരെടുത്തിരിക്കുന്നത്. ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരുന്നു. അവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും സുകുമാരനടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയതാണ്. ഇവരുടെ ആവശ്യം പ്രധാനമായും ഈ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നേരത്തെ തീരുമാനമെടുത്തതാണ്. സർക്കാർ ഇത്തരം പ്രഖ്യാപനം നടത്തിയതാണ്. എന്താണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സാർ, ഞങ്ങൾക്ക് ദിനപത്തായിട്ടുള്ള 300 ഉറുപ്പ്യ വെച്ചിട്ട് 9,000 ഉറുപ്പ്യ മാസം കിട്ടേണ്ടത് അത് നിർബന്ധമായിട്ട് തരിക.
അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് സർക്കാർ വീട് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ദുരന്തബാധിതർക്ക് യാത്രാ സൗകര്യം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ. ഈ റോഡ് സൈഡുകളിലും മറ്റുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ നീക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു വിദ്യാലയമില്ല, ഒരു LP സ്കൂൾ വരെയെങ്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ നിർബന്ധമായിട്ട് എത്തുക. അതേപോലെ ഒരു പ്രാഥമിക ഡിസ്പെൻസറി, അതായത് ഏറ്റവും നിർബന്ധമായിട്ട് നമുക്ക് ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ ഒരു ഷുഗർ, പ്രഷർ, മറ്റുള്ള എല്ലാ രോഗങ്ങളും ഉള്ള ആളുകളാണ്. അവർക്ക് ഒരു ഗുളിക മേടിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ മുണ്ടക്കായ് മുതൽ ഇവിടെ ചൂരൽമല അട്ടമല വരയ്ക്കുള്ള തോടിൻ്റെ 2 ഭാഗം കെട്ടി വൃത്തിയാക്കിയിട്ട് മഴവെള്ളം പോകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതായിരിക്കും. അതിന് സർക്കാർ അധികാരികളായിരിക്കും ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വിജയകുമാർ, ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ആ കാണുന്ന വെള്ളരിമലയാണ്. വെള്ളരിമല കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മേഖലയിൽ, അതായത് വനമേഖലയാണ്, അത് ദൃശ്യത്തിൽ പ്രകടിപ്പിക്കുക പ്രയാസകരമാകും. അവിടെ കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. ആ ഭാഗത്ത് ചെറിയ ഒരു വിള്ളൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു, നേരത്തെ കാണാൻ പറ്റിയിരുന്നു. അവിടെ ഒരു വെള്ളച്ചാട്ടത്തോട് ചേർന്ന് ഒരു നീർച്ചാൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ രൂപപ്പെട്ടതിന്റെ തൊട്ടടുത്തായി ചുവന്ന രീതിയിൽ തന്നെ, അതായത് നേരത്തെ ഈ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിന്റെ ആ സ്ഥലം പോലെ തന്നെ ചെറിയ ഒരു മാർക്ക് കൃത്യമായ രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ആശങ്കയാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് തീർത്തും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെ നീലിക്കാപ്പുകാരുണ്ട്, കൊയിനാകുളംകാരുണ്ട്, തൊട്ടടുത്തുള്ള അട്ടമലക്കാരുണ്ട്. സാധാരണ അത്തരം ഒരു സൂചന കിട്ടിയാൽ അവിടെ ഒരു പരിശോധന റവന്യൂ വകുപ്പിന്റെയും ഭൗമശാസ്ത്ര വിഭാഗവും ഒക്കെ നടത്തുന്നതാണല്ലോ. ആ പരിശോധന അവിടെ നടന്നില്ലേ ഈ വെള്ളരിമലയിൽ ഇപ്പോൾ സുർജിത്ത് പറഞ്ഞ ആ സ്ഥലത്ത്? വിജയകുമാർ, ചോദ്യം ആവർത്തിക്കാമോ? ആ സ്ഥലത്ത് ഇപ്പൊ സുർജിത്ത് പറഞ്ഞ ഈ വെള്ളരിമലയിൽ ആ വിള്ളൽ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് റവന്യൂ വകുപ്പോ ഭൗമശാസ്ത്ര വിഭാഗമോ ഒന്നും പരിശോധന നടത്തിയില്ലേ? സാധാരണ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു പരിശോധന നടത്തി എന്തെങ്കിലും അപകടാവസ്ഥ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ചുമതലയും ഉത്തരവാദിത്വമാണല്ലോ. നടന്നിട്ടില്ലേ അവിടെ? നിലവിൽ ആ മേഖല എന്ന് പറയുന്നത് അത് ഈ പ്രദേശവുമായി, അതായത് നിലവിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശവുമായി ബന്ധമില്ലാത്തൊരു ടെറൈനാണത്. അതിന്റെ മറുഭാഗത്താണ് പൊട്ടലുണ്ടായത്. സ്വാഭാവികമായി വെള്ളം പോകുന്ന നേരെ ചാരിയാറിലേക്ക് തന്നെയാകും എന്നുള്ളതാണ് പറയുന്നത്. ഈ നാട്ടുകാരെല്ലാം തന്നെ ആ ഒരു ആശങ്ക പങ്കുവച്ചു. കാരണം ഇത് ഒരു സുരക്ഷിതമായൊരു ഇടമല്ല എന്നുൾപ്പെടെയുള്ള അങ്ങനത്തെ ഒരു അഭിപ്രായം പലരും പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അവിടെ ഏത് ഭാഗത്താണ് ഈ പൊട്ടലുണ്ടായിട്ടുള്ളത്? ശരിക്കും ഈ ഭാഗത്താണ്. അത് ആ നീർച്ചാലിന്റെ അടുത്ത് ഉരുൾപൊട്ടൽ, അതിന്റെ തൊട്ടടുത്ത്. അല്ല, ഇപ്പുറത്ത് തന്നെ ബാധിക്കും. അത് പിന്നെ ഏത് ഭാഗത്തിലെ ബാധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പുഴ നികന്നുകൊണ്ടിരിക്കുകയാണ്. പുഴ താത്തിയിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൗണും ഈ ഏരിയകളും കംപ്ലീറ്റ് പോകും. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ 1 or 2 ഇറ്റാച്ചി വെച്ചിട്ട് താൽക്കാലികമായിട്ട് കുട്ടികൾ ചെവിയിൽ തോണ്ടണമാർക്ക് തോണ്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. എത്രയും പെട്ടെന്ന് സർക്കാർ അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പുഴ താത്തുന്നത് മാത്രമല്ല, ഈ 3 ജില്ലകളിൽ 9, 10, 12 വാർഡുകളിലെ പക്ഷപാതം ഈ സർക്കാർ കാണിക്കുന്നതിൻ്റെ, സർക്കാരല്ല ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടുത്തെ ഉരുൾപൊട്ടൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങളോട് പറയുന്നത് മഴേൻ്റെ ഒരു 3 മാസം മുന്നേ ഞങ്ങൾ പുറത്തപ്പോൾ പറഞ്ഞത് മഴ വരുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങളെ പുഴ താത്തി തരും, പുഴ വീതി കൂട്ടുന്ന പറഞ്ഞത്. ഇപ്പോൾ പൊട്ടലുണ്ടായ സ്ഥലമല്ലേ? പൊട്ടലുണ്ടായ സ്ഥലങ്ങൾ വന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് എന്തും വന്നുകൊണ്ടിരിക്കുക. പുഴ ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല. ഈ 2-3 ഇറ്റാച്ചി വെച്ചിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്ത് സംഭവിക്കും? ഇനി സംഭവിക്കുന്ന സമയത്ത് ഈ റോഡുകൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന റോഡുകളടക്കം ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള വേണ്ട നടപടികൾ എന്തായാലും നാട്ടുകാർ പറയുന്ന അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. റവന്യൂ വകുപ്പും അതുപോലെ ഈ ഭൗമശാസ്ത്ര വിഭാഗവും ഒക്കെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ പൊട്ടൽ കാണുന്നു, പുതിയ നീർച്ചാൽ രൂപം കൊള്ളുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അവർക്ക് വലിയ ആശങ്കയുണ്ട്. അതുൾപ്പെടെ ഈ ഉപരോധത്തിൽ അവർ അത് വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴിതാ ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ 2 വിദേശ വിദ്യാർത്ഥികളെ കാണാതായി എന്നൊരു വിവരം നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യമൻ പൗരന്മാരായ ചുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്ന് എത്തിയ 7 അംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു അവർ. അവിടെ കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ തെരച്ചിൽ നടത്തുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻ ദാസിന്
വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിലക്ക് തുടരും. വിലക്ക് നീക്കണമെന്ന ബെയിലിൻദാസിന്റെ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിലെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, ഏത് സാഹചര്യത്തിലാണ് ഈ ബെയിലിൻദാസ് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്? വിജയകുമാർ, ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ നേരത്തെ ഈ ബെയിലിൻദാസിന് ജാമ്യം അനുവദിച്ചപ്പോൾ കർശന ഉപാധികൾ കോടതി വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ബെയിലിൻദാസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത്. വിലക്ക് നീക്കണം, അതായത് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വിലക്ക് നീക്കണം എന്നുള്ളതായിരുന്നു ബെയിലിൻദാസിന്റെ ആവശ്യം. എന്നാൽ അത് നിലവിൽ പരിഗണിക്കാൻ കഴിയില്ലെന്നും കേസ് അതിന്റെ തുടരന്വേഷണ നടപടികൾ നടക്കുകയാണ് എന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ടാണ് ഇളവ് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു നിലപാട് കോടതി എടുത്തിട്ടുള്ളത്. 2 മാസത്തേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യ വ്യവസ്ഥകളിൽ ഒന്ന്. വിജയകുമാർ, യെസ്, ജാമ്യ വ്യവസ്ഥ നിലനിൽക്കും, അതിൽ തൽക്കാലം ഇളവ് നൽകാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാക്കളെന്ന് രേഖപ്പെടുത്തണം. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി നൽകാൻ കോർപ്പറേഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ ഹർജിയിലാണ് ഈ പ്രധാനപ്പെട്ട ഉത്തരവുണ്ടായത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ 34 മരണം. അസമിലും ത്രിപുരയിലും മേഘാലയയിലും വെള്ളപ്പൊക്കമാണ്. 3 ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചു. അസമിൽ 10,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അരുണാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടന്ന 14 പേരെ വ്യോമസേന രക്ഷപ്പെടുത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാവുകയാണ്. അസം, ത്രിപുര, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മഴക്കെടുതിയിൽ 34 പേർ മരിച്ചത്. അസമിലെ 19 ജില്ലകളിലും മേഘാലയയിലെ 10 ജില്ലകളിലും വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മണിപ്പൂരിലും അസമിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബ്രഹ്മപുത്ര, കഡ്ഗൽ, ബാരക് ഉൾപ്പെടെയുള്ള നദികൾ അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുകയാണ്. മണിപ്പൂരിലെ ഇംഫാൽ, ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലും സേനാപതിയിലും അസമിലെ സിൽച്ചറിലും സ്കൂളുകൾക്ക് അവധി നൽകി. അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാങ് താഴ്വരയിൽ കുടുങ്ങിയ 14 പേരെയും സിക്കിമിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കുടുങ്ങിയ വിനോദസഞ്ചാരികളെയും രക്ഷപ്പെടുത്തി. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയബാധിത മേഖലകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകി. വിനീത VG, 24, ഡൽഹി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലേക്കാണ്. എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 2 വിദേശ വിദ്യാർത്ഥികളെ കാണാതായി. യമൻ പൗരന്മാരായ ജബ്രാൻ അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, എങ്ങനെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോസ്റ്റൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഞാറക്കൽ വളപ്പ് ബീച്ചിൽ 12-ഓടുകൂടിയാണ് അപകടമുണ്ടായത്. കടലിൽ കുളിക്കാനിറങ്ങിയ 7 പേരിൽ 2 പേരെയാണ് കാണാതായത്. 2 പേരും വിദേശ പൗരന്മാരാണ്. യമൻ പൗരന്മാരായ ജുബ്രാൻ അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. ഇവർ കോയമ്പത്തൂരിലെ കോളേജിൽ പഠിക്കുന്നവരാണ്. ഏതാണ്ട് 21-22 വയസ്സുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. കോയമ്പത്തൂരിലെത്തിയ 7-അംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവർ കൊച്ചിയിലെത്തിയതും അതിനുശേഷം വിനോദസഞ്ചാര മേഖലയടക്കം കാണാമെന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഏതായാലും വളപ്പ് ബീച്ചിൽ, ഞാറക്കൽ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. നിലവിൽ ഇപ്പോൾ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. യമൻ പൗരന്മാരായ ജുബ്രാൻ അബ്ദുൾ സലാം എന്നിവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 4000-ലേക്ക് അടുക്കുന്നു. 3961 കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 24 മണിക്കൂറിൽ രാജ്യത്ത് 203 കോവിഡ് കേസുകളുടെ വർധനവാണ് ഉണ്ടായത്. ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലുമാണ്. 24 മണിക്കൂറിൽ കേരളത്തിൽ 35 കേസുകളുടെ വർധനവും 1 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ 1435 കോവിഡ് കേസുകളാണ് കേരളത്തിലുള്ളത്. കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്
കണക്ക് വർദ്ധിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. കേരളത്തിൽ എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ്. ഈ ഒരു വകഭേദം അധികം തീവ്രമാകാത്ത ഇതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണെന്നും ആരോഗ്യമന്ത്രി. മറ്റു രോഗങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. 24 മണിക്കൂറിൽ ഡൽഹിയിൽ 47 കേസുകളും പശ്ചിമബംഗാളിൽ 44 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളം കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ് കൂടുതൽ കോവിഡ് കേസുകളുള്ള സംസ്ഥാനം. ഈ തരംഗത്തിൽ ഇതുവരെ 32 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ. ഈ മാസം 16 പ്രത്യേക സമ്മേളനം ചേരാനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കശ്മീർ സന്ദർശിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പരിഗണിക്കുന്നത്. മുമ്പ് ചേർന്ന പ്രത്യേക സമ്മേളനങ്ങളുടെ വിശദാംശങ്ങൾ സർക്കാർ തേടി. വിദേശ പര്യടനത്തിലുള്ള സർവകക്ഷി സംഘങ്ങൾ മടങ്ങിയെത്തിയ ശേഷം സമ്മേളനം ചേരാനാണ് ആലോചന. ഈ മാസം 16 പ്രത്യേക സമ്മേളനം ചേരാൻ സാധ്യതയെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീർ സന്ദർശിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കശ്മീർ സന്ദർശനമാണിത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായ കത്രയിൽ നിന്നും കശ്മീരിലെ ബാരാമുള്ളയിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 19 നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2000-ലേറെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇന്ത്യ മടക്കി അയച്ചതായും 2000-ഓളം പേർ സ്വമേധയാ മടങ്ങിപ്പോകാൻ തയ്യാറായതായും റിപ്പോർട്ടുണ്ട്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരായ കർശന നടപടികൾ തുടരാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പിടികൂടുന്നവരെ വ്യോമസേനാ വിമാനങ്ങളിൽ അതിർത്തിയിൽ എത്തിച്ച് BSFന് കൈമാറിയ ശേഷം മടക്കി അയക്കാനാണ് പദ്ധതി. മടക്കി അയക്കുന്നവർ വീണ്ടും തിരികെ എത്തുന്നത് തടയാൻ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് ഇമിഗ്രേഷൻ ഡാറ്റയുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് ഏതാണ്ട് 1/2 കിലോമീറ്ററിലധികം ഈ വലിയ വിള്ളൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മുകളിൽ ടാർ ഒഴിച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടിയും അത് മറച്ചു വെച്ച നിലയിലായിരുന്നു എന്ന വിവരം കൂടിയുണ്ട്. നാട്ടുകാരത് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇത് കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് പാതയിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.